72ാം ഭാരത് റിപ്പബ്ലിക് ദിനം ആചരിക്കുന്ന ഈ അവസരത്തിൽ ഭാരതീയരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ബ്രൂക്ക് ഇൻ്റർനാഷണൽ സ്കൂളിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ നാടിൻ്റെ അഭിമാനം, നാടിൻ്റെ ശ്രേയസ്, ഈ ഭാരതത്തിൻ്റെ വൈശിഷ്ട്യം ഉയർത്തി കാണിക്കുകയും അതിൻ്റെ വക്താക്കളാകുകയും ചെയ്യേണ്ടത് ഓരോ വിദ്യാർത്ഥിയുടെയും ഓരോ പൗരൻ്റെയും കടമയാണെന്ന് ഈ അവസ്ഥയിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാ ഭാരതീയരും എൻ്റെ സഹോദരീ സഹോദരന്മാരാണെന്ന് നമ്മൾ പ്രതിജ്ഞ ചെയ്യുമ്പോൾ, നമ്മൾ ഓരോ ദിവസവും അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത്. എൻ്റെ രാജ്യം ഇന്ത്യയാണ്. എൻ്റെ രാജ്യത്തെ ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ രാജ്യത്തിൻ്റെ വൈവിധ്യങ്ങൾ ഞാൻ അഭിമാനം കൊള്ളുന്നു. എൻ്റെ രാജ്യത്തിൻ്റെ പാരമ്പര്യങ്ങളിൽ, പൈതൃകങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് നല്ലൊരു നാളേക്ക് വേണ്ടി പൊരുതാനായിട്ട് നമ്മളെല്ലാവരും ഏകതയോടുകൂടി, എന്നാൽ നമ്മുടെ വൈവിധ്യങ്ങളെ അതുപോലെ സൂക്ഷിച്ചുകൊണ്ട്, വൈവിധ്യങ്ങളിലാണ് അതിൻ്റെ ബഹുസ്വരതയിലാണ് അതിൻ്റെ മനോഹാരിതയും അതിൻ്റെ ദൃഢതയും എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുവാനും ഓർമ്മിക്കുവാനുള്ള അവസരമാണ് ഈ റിപ്പബ്ലിക് ദിനമെന്ന് എല്ലാവരെയും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. നമുക്കെല്ലാവർക്കും ഈ ഭാരതത്തിൻ്റെ അഭിമാന സന്താനങ്ങളായിട്ട് ഭാരതത്തിൻ്റെ ഏകതയും അഖണ്ഡതയും സൂക്ഷിക്കുവാനായിട്ട്, ഐക്യവും സൂക്ഷിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കടമയും ബാധ്യതയുമുണ്ട്. അതിന് നമ്മൾക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് ഈ ദിനത്തിൻ്റെ എല്ലാ വിധമായ മംഗളങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുന്നു. താങ്ക് യു. Happy Republic Day to all. As this year we celebrate the 72nd Republic of our nation, I just want to remind you what is Republic. My dear students, we all celebrate Independence Day. And when we celebrate Republic Day, you should know what does Republic means. Republic Day is celebrated to remember the day the Constitution of India came into existence in 1950, 26 January. So every year we celebrate this day and it's a holiday. So all my children are very happy about it. That is a holiday. But on every Republic Day, I want to bring to your mind that we should know what is our duty towards our nation. Every time we speak about our rights, isn't it? I have the right to do this, I have the right to do that. But on Republic Day, I want all my students to think of your duty as a citizen of this country, as a student of this country, as a son or a daughter of this country and your parent. So on this Republic Day, let us think of our duties that we have to render to our nation and our family and our fellow beings. So reminding you this message to think of our duties, what we have. Let's celebrate this Republic Day of us. Happy Republic Day to all. Thank you. നമസ്കാരം. ഭാരതം 72ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന വേളയിൽ ശാസ്താംകോട്ട ബ്രൂക്ക് ഇൻ്റർനാഷണൽ സ്കൂളും ഈ ആഘോഷത്തിൻ്റെ ഒരു ഭാഗമായി തീരുകയാണ്. എന്താണ് റിപ്പബ്ലിക് ദിനത്തിൻ്റെ പ്രസക്തി? ഭരണഘടനയിൽ അധിഷ്ഠിതമായ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവ നാം നേടിയതെങ്ങനെയാണ്? അതറിയാനായി ഭാരതത്തിൻ്റെ ചരിത്ര വഴികളിലൂടെ ഒരു സഞ്ചാരം ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ഈ ദൃശ്യാവിഷ്കരണത്തിനായി ആശയങ്ങൾ പങ്കുവെക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ അധ്യാപകരായ മിനിമോൾ മാം, ഷീജി മാം, സുമി മാം, നയന മാം എന്നിവരെയും വിദ്യാർത്ഥികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഡെൻസി എസ് രാജു, പ്രശാന്ത് പി ജോസഫ്, അക്കുലാസ് ജോബ്, പീയൂഷ് എസ് പിള്ളൈ, ഉമാശങ്കരി, തെരേസ വർഗീസ്, പാർവതി ജയപ്രകാശ് എന്നിവരെയും സാങ്കേതിക സഹായം നൽകിയ രാജേഷ് സാർ, അരുൺ സാർ, അലൻ സാർ എന്നിവരെയും ഇങ്ങനെ ഒരു നല്ല നിമിഷം നമുക്ക് വേണ്ടി ഒരുക്കാൻ നേതൃത്വം നൽകിയ ആദരണീയനായ ഡയറക്ടർ ഫാദർ ഡോക്ടർ ജി എബ്രഹാം തലോത്തിൽ, അസിസ്റ്റന്റ് ഡയറക്ടർ ജൂഡി തോമസ്,
പ്രിൻസിപ്പൽ ബോണിഫേഷ്യ വിൻസെന്റ് എന്നിവരുടെ സഹായങ്ങളും നിർദ്ദേശങ്ങളും നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ, ഒപ്പം ആശംസകളും. നന്ദി. Freedom in mind, faith in words, pride in our hearts. Let's salute the nation on this great day. A very warm good morning to everyone. Let us be proud that we are Indians. We are lucky to be born in this great country. Happy Republic Day 2021. We did not attain our independence in a flash. It took many decades and numerous struggles of our freedom fighters for the attainment of independence. Republic Day has been celebrated in India on 26 January since 1950 to honor the date in which the Indian Constitution came into effect. India had been a British colony for over 200 years, and we attained our independence following the Indian independence struggle. And here we Brookites got a golden opportunity to celebrate our republic online. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം. 1947 ഓഗസ്റ്റ് 15 ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടി. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പിൻവലിച്ച് 1950 ജനുവരി 26 ഇന്ത്യയുടെ ഭരണഘടന രാജ്യത്തെമ്പാടും നിലവിൽ വന്നു. ഇന്ത്യയുടെ പരമോന്നത ഭരണഘടന നിലവിൽ വന്നതിൻ്റെ ഓർമ്മയ്ക്കായി ജനുവരി 26 നാം റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നു. We are a group of warring camps, and I may even go to the extent of confessing that I am probably one of the leaders of such a camp. But sir, with all this, I am quite convinced that nothing in the world will prevent this country from becoming one. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയെങ്കിലും നമുക്കൊരു ഭരണഘടന നിലവിൽ വന്നിരുന്നില്ല. സ്വാതന്ത്ര്യം നേടിയ ദിവസം സ്വാതന്ത്ര്യ ദിനമായും ഭരണഘടന നിലവിൽ വന്ന ദിവസം റിപ്പബ്ലിക് ദിനമായും നാം ആഘോഷിക്കുന്നു. റിപ്പബ്ലിക് ദിനത്തിന്റെ പ്രാധാന്യം നിലനിർത്തുന്നതിനായി എല്ലാ വർഷവും ഇന്ത്യയുടെ തലസ്ഥാനമായ ന്യൂഡൽഹിയിൽ വൻ സൈനിക പരേഡുകളും സാംസ്കാരിക പരിപാടികളും നടത്തപ്പെടുന്നു. സൈനിക പരേഡുകൾ രാഷ്ട്രപതി ഭവനിൽ നിന്ന് ആരംഭിച്ച് രാജ്പഥ് വഴി ചെങ്കോട്ടയിൽ ചെന്ന് ചേർന്ന് അവസാനിക്കുന്നു. ഇന്ത്യയുടെ 3 സേനകളായ നാവികസേന, കരസേന, വ്യോമസേന എന്നിവയിലെ സൈനികർ അവരുടെ മുഴുവൻ ഔദ്യോഗിക വേഷത്തിൽ ഈ പരേഡിൽ പങ്കെടുക്കുന്നു. സൈന്യത്തിന്റെ പരമോന്നത നേതാവായ രാഷ്ട്രപതി ഈ സമയത്ത് സല്യൂട്ട് സ്വീകരിക്കുന്നു. ഇതുകൂടാതെ ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യം വിളിച്ചോതുന്ന നിരവധി കാഴ്ചകളും ഈ പരേഡിൽ പ്രദർശിപ്പിക്കപ്പെടുന്നു. ഇതുകൂടാതെ വ്യോമസേനയുടെ വിമാന സൈനിക പരേഡുകളും പ്രദർശനങ്ങളും ഈ ചടങ്ങിൽ നടത്തപ്പെടുന്നു. മൗലികമായ ചില കർത്തവ്യങ്ങൾ. ഭരണഘടന അനുസരിക്കുക. ഭരണഘടനയും ദേശീയ ഗാനത്തെയും ദേശീയ പതാകയും ആദരിക്കുക. സ്വാതന്ത്ര്യ സമരത്തിന് ഉത്തേജനം പകർന്ന ഉന്നതമായ ആദർശങ്ങൾ പിന്തുടരുക. ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുക. രാജ്യരക്ഷാ പ്രവർത്തനത്തിനും രാഷ്ട്രസേവനത്തിനും സന്നദ്ധരാവുക. മത, ഭാഷ, പ്രദേശം, വിഭാഗം, വൈജാത്യങ്ങൾക്ക് അതീതമായി എല്ലാവർക്കും ഇടയിലും സൗഹാർദ്ദം വളർത്തുക. ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പൈതൃകത്തെ സംരക്ഷിക്കുക, ബഹുമാനിക്കുക. പരിസ്ഥിതി സംരക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക. വനം, തടാകം, നദികൾ, വന്യമൃഗങ്ങൾ എന്നിവയെ കാത്തുസൂക്ഷിക്കുക. ജീവനുള്ളവയോട് അനുകമ്പ കാട്ടുക. ശാസ്ത്രീയ വീക്ഷണവും മാനവികതയും അന്വേഷണാത്മകതയും പരിഷ്കരണത്വരെയും വികസിപ്പിക്കുക. പൊതുസ്വത്ത് സംരക്ഷിക്കുക, അക്രമം ഉപേക്ഷിക്കുക. എല്ലാ മണ്ഡലങ്ങളിലും മികവ് കാട്ടി രാഷ്ട്രത്തെ ഔന്നത്യത്തിന്റെ പാതയിൽ മുന്നേറാൻ സഹായിക്കുക.
ഡോക്ടർ BR അംബേദ്കർ. ഏതൊരു രാഷ്ട്രത്തിൻ്റെയും സുഗമമായ പുരോഗതിക്ക് സംഘടിതവും സുശക്തവുമായ ഒരു ഭരണഘടന കൂടിയേ തീരൂ. നമ്മുടെ രാഷ്ട്രമായ ഭാരതവും അക്കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല. ഭാരതീയ ഭരണഘടനയുടെ ശില്പിയായും പിതാവായും നാം വാഴ്ത്തുന്നത് ഡോക്ടർ BR അംബേദ്കറിനെയാണ്. ലോകരാഷ്ട്രങ്ങളിലെ ശക്തമായ നിയമസംഹിതയിലെ ഉത്തമാംശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഭാരതത്തിനു വേണ്ടി അദ്ദേഹം ശക്തമായ ഒരു ഭരണഘടന സൃഷ്ടിച്ചു. 1891 ഏപ്രിൽ 14 മധ്യപ്രദേശിൽ ജനിച്ച BR അംബേദ്കർ ഭാരതത്തിലെ പിന്നോക്ക സമൂഹത്തിൻ്റെ സംവരണത്തിനും സംരക്ഷണത്തിനും പുരോഗതിക്കും വേണ്ടി അഹോരാത്രം അധ്വാനിച്ച ഒരു വ്യക്തിത്വമാണ്. തത്വചിന്തകൻ, സാമൂഹ്യ പരിഷ്കർത്താവ്, സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്നിങ്ങനെ ബഹുമുഖ വ്യക്തിത്വത്തിന് ഉടമയാണ് അംബേദ്കർ. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ നിയമമന്ത്രി എന്ന പദവിയും അലങ്കരിച്ചു. അംബേദ്കർ എന്ന വ്യക്തിയുടെ വ്യക്തിപ്രഭാവം തിരിച്ചറിയണമെങ്കിൽ ആ പേരിനു മുമ്പിലെ BR എന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാൽ മതിയായിരുന്നു. ഏതൊരു വ്യക്തിയും സ്വന്തം മാതാപിതാക്കളുടെ പേര്, ജന്മനാടിൻ്റെ പേര് എന്നിവ മേൽവിലാസമായി വെക്കുമ്പോൾ ഇവിടെ അദ്ദേഹം വ്യത്യസ്തനായി തന്നെ പഠിപ്പിച്ച തൻ്റെ ഗുരുനാഥൻ്റെ പേരായ ഭീംറാവു എന്ന് പറയുന്നത് തൻ്റെ ഗുരുനാഥൻ്റെ പേരാണ് അവിടെ സ്ഥാപിച്ചത്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന മഹത്തായ ആശയം ഭാരതത്തിൽ സ്ഥാപിക്കുന്നതിനു വേണ്ടി അദ്ദേഹം കഠിനമായി പരിശ്രമിച്ചു. ഭാരതത്തിലെ ആദ്യ നിയമസംഹിതമായ മനുസ്മൃതി കത്തിച്ചു കളയുകയും മഹത്തായ ഒരു ഭരണഘടന സൃഷ്ടിക്കുകയും ചെയ്ത വ്യക്തിത്വത്തിന് ഉടമയാണ് ഡോക്ടർ BR അംബേദ്കർ. അദ്ദേഹത്തിന്റെ മരണാനന്തരം ഭാരതത്തിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. The Red Fort is a historic fort in the city of Delhi in India. It served as the main residence of the Mughal Emperor. Emperor Shah Jahan commissioned its construction on 12 May 1638 when he decided to shift his capital from Agra to Delhi. Originally red and white, the design is credited to the architect Ustad Ahmad Lahori, who also constructed the Taj Mahal. On 15th August 1947, the first Prime Minister of India, Pandit Jawaharlal Nehru, raised the Indian national flag above the Lahori Gate. Every year on India's Independence Day, the Prime Minister hosts the Indian tricolor flag at its main gate and delivers a nationally broadcasted speech from its ramparts. The fort was originally known as the Blessed Fort. The Red Fort was named for its massive enclosing walls made out of red sandstone. It is connected by a water channel known as the Stream to Paradise. It has an innovative architectural style. The Red Fort showcased a high level of ornamentation, and the Kohinoor diamond was reportedly a part of its furnishing. The Red Fort's artwork synthesizes Indian, Persian and European styles, giving it a unique Shah Jahani style, rich in forms, colors and expression. The Red Fort is considered as a bird's eye view, is built in an octagonal shape. It is one of the most important tourist destinations and is one of the biggest fort in the world. The preamble of the Indian Constitution serves as a brief introductory statement that sets out the guiding purpose, principle and the philosophy of Indian Constitution. The preamble is also known as the spirit and the backbone of Indian Constitution. It plays a very important role in shaping the destiny of the country. It gives a brief idea to the maker of the Constitution so that the Constituent Assembly can make plans and formulate the Constitution. The preamble does not grant any power to anyone.
It simply gives a structure on which the Constitution stands. The country should be a sovereign, socialist, secular, democratic republic. The government should be elected by the people, for the people, and of the people. The real sovereign power should be vested in the people of India. The people should get justice, liberty, and equality. We, the people of India, having solemnly resolved to constitute India into a sovereign, democratic republic, and to secure to all its citizens justice, social, economic, and political, liberty of thought, expression, belief, faith, and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact, and give to ourselves this Constitution. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നുള്ള മോചനം ലക്ഷ്യമിട്ടുകൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ശക്തമായ അടിത്തറ പാകിയപ്പോൾ ജനങ്ങളുടെ സ്വതന്ത്രതാ അഭിവാഞ്ഛയ്ക്ക് ഊർജം പകരാൻ ഒരു ദേശീയ പതാക തികച്ചും ആവശ്യമായി വന്നു. 1904 സ്വാമി വിവേകാനന്ദന്റെ ശിഷ്യയായ സിസ്റ്റർ നിവേദിത എന്ന ഐറിഷ് വനിതയാണ് ഭാരതത്തിന് ആദ്യമായി ഒരു ദേശീയ പതാക സമ്മാനിച്ചത്. ഈ പതാക പിന്നീട് സിസ്റ്റർ നിവേദിതയുടെ പതാക എന്നറിയപ്പെട്ടു പോന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉപയോഗിച്ചിരുന്ന പതാകയിൽ വിവിധ പരിണാമങ്ങൾ വരുത്തിയതിനു ശേഷം സ്വാതന്ത്ര്യത്തോടെ ഉപയോഗിക്കപ്പെട്ടു തുടങ്ങിയതാണ് ത്രിവർണ പതാക എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ ദേശീയ പതാക. 1947 ജൂലൈ 22 കൂടിയ ഭരണഘടനാ സമിതിയുടെ പ്രത്യേക സമ്മേളനമാണ് ഇന്ത്യയുടെ ദേശീയ പതാക ഇന്നുള്ള രൂപത്തിൽ അംഗീകരിച്ചത്. ഇന്ത്യയിൽ ഈ പതാക ത്രിവർണ പതാക എന്ന പേരിലാണ് മിക്കവാറും അറിയപ്പെടുന്നത്. ഈ പതാകയിൽ തിരശ്ചീനമായി മുകളിൽ കേസരി, കുങ്കുമ നിറം, നടുക്ക് വെള്ളയും താഴെ പച്ചയും നിറങ്ങളാണുള്ളത്. മധ്യത്തിലായി നാവികനീല നിറമുള്ള 24 ആരങ്ങളുള്ള അശോക ചക്രവും ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഈ പതാക ഇന്ത്യൻ കരസേനയുടെ യുദ്ധ പതാക കൂടിയാണ്. ഈ പതാക രൂപകൽപ്പന ചെയ്തത് പിംഗലി വെങ്കയ്യയാണ്. പതാക ഖാദി കൊണ്ട് മാത്രമേ നിർമ്മിക്കാവൂ എന്ന് പതാകയുടെ ഔദ്യോഗിക നിയമങ്ങൾ അനുശാസിക്കുന്നു. കുങ്കുമം ത്യാഗത്തെയും നിഷ്പക്ഷതയും സൂചിപ്പിക്കുന്നു. നമ്മുടെ നേതാക്കന്മാർ ഐഹിക സമ്പത്ത് നേടുന്നതിൽ താല്പര്യമില്ലാത്തവരാണെന്നും അവർ ചെയ്യുന്ന ജോലിയിൽ പൂർണ്ണമായും മുഴുകിയിരിക്കുന്നവരാണെന്നും ഇത് സൂചിപ്പിക്കുന്നു. നടുക്കുള്ള വെള്ള നിറം നമ്മുടെ പ്രവൃത്തിയെ സത്യത്തിന്റെ പാതയിലൂടെ നയിക്കുന്ന വെളിച്ചത്തെ സൂചിപ്പിക്കുന്നു. പച്ചനിറം ജീവിതം നിലനിർത്തുന്ന പ്രകൃതിയെയും ഭൂമിയിലെ സസ്യലതാദികളുമായുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നു. നടുക്കുള്ള അശോക ചക്രം ധർമ്മത്തിന്റെ ചക്രമാണ്. സത്യം, ധർമ്മം ഇവയായിരിക്കും ഈ പതാകയെ അംഗീകരിക്കുന്ന എല്ലാവരുടെയും മാർഗദർശി. ചക്രം ചലനത്തെയും സൂചിപ്പിക്കുന്നു. സ്തംഭനാവസ്ഥയിൽ മരണമുള്ളപ്പോൾ ചലനത്തിൽ ജീവനാണുള്ളത്. ഇന്ത്യ മാറ്റങ്ങളെ തടഞ്ഞു നിർത്താതെ മുൻപോട്ട് പോകണം. ചക്രം ഇങ്ങനെ സമാധാനപരമായ മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഭാരതീയന്റെ അഭിമാനത്തിന്റെ അടയാളമായി ദേശീയ പതാക ഉയരങ്ങളിൽ ഇന്നും ശോഭാപൂരമായി പാറിപ്പറക്കുന്നു. देश से है प्यार तो हर पल ये कहना चाहिए, मैं रहूं या ना रहूं भारत ये रहना चाहिए. सिलसिला ये बात मेरे यूं ही चलना चाहिए.
मैं रहूं या ना रहूं, भारत ये रहना चाहिए। मेरी नस नस तार कर दो और बना दो एक सितार। राग भारत मुझ पे छेड़ो, झंझनाओ बार बार। देश से ये प्रेम आँखों से छलकना चाहिए। मैं रहूं या ना रहूं, भारत ये रहना चाहिए। ഭാരതം ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായതിൻ്റെ ഈ 72ാം വാർഷികത്തിൽ ഞാനും നിങ്ങളും ഒത്തൊരുമിച്ച് ആഘോഷിക്കുന്നത് തന്നെ നാം ഒന്നാണ് എന്നതുകൊണ്ടാണ്. ഭാരതം എന്ന് കേട്ടാലോ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്ന വള്ളത്തോൾ വരികളെ സ്മരിച്ചുകൊണ്ട് ജാതി മതഭേദമന്യേ നമുക്ക് അന്യോന്യം കൈകൾ കോർക്കാം. ഒറ്റ സ്വരത്തിൽ ഉച്ചത്തിൽ നമുക്ക് ഏറ്റു പറയാം, അഭിമാനിക്കാം, നാം ഭാരതീയർ. ജയ് ഹിന്ദ്. നന്ദി, നമസ്കാരം. जैसा कोई नहीं है, 80 नहीं 100 दिन दुनिया घुमा है, नहीं कहे तेरे जैसा कोई